The second spear of the Trishulam is the CBI. They use the CBI to frame false cases, false charges, and arrest and detain opposition leaders who do not succumb to their money power. We've seen this happen. We've seen this happening with a lot of people who have corruption cases already, but they are now in jail, like the former Chief Minister of Bihar, Mr. Lalu Prasad Yadav. Instead of the case being continuing in the courts, in the normal course, he is in the jail because the bail is opposed by the CBI. And the CBI is used to target political opponents. That is the second spear. രണ്ടാമത്തെ തൃശൂലത്തിന്റെ രണ്ടാമത്തെ മുന പ്രതിദാനം ചെയ്യുന്നത് എന്താണ്? രണ്ടാമത്തെ മുന പ്രതിദാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് CBI പോലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാർക്കുമെതിരെ കള്ളക്കേസ് എടുക്കുക എന്നുള്ളതാണ് CBIയുടെ തന്ത്രം. ആ പണം കൊടുത്ത് അവരെ കീഴടക്കാൻ കഴിയാതാകുമ്പോൾ അവർ CBIയെ പോലുള്ള സെൻട്രൽ ഏജൻസികളെ വെച്ചുകൊണ്ട് വ്യാജ കേസുകൾ ചുമത്തിക്കൊണ്ട് അവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് അകറ്റുന്ന സ്ഥിതിവിശേഷമാണ് BJPയുടെ മറ്റൊരു തന്ത്രം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മൾ കണ്ടതാണ്. ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ലാലു പ്രസാദ് യാദവ്. അദ്ദേഹത്തിനെതിരായി വ്യാജ കേസുകൾ ചമച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിരന്തരമായി ശല്യപ്പെടുത്തുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിനെ ജയിലിലടക്കുകയും ചെയ്തു. ജാമ്യം കൊടുക്കാൻ പോലും CBI എന്ന് പറയുന്ന സെൻട്രൽ ഏജൻസി തയ്യാറായില്ല എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതാണ്. When both Manipur and the CBI fail, then the third spear is the enforcement department of the ED. We have seen how the ED has been targeting to destabilize the LDF government in the last 5 years. They failed. And the ED continues to target even now. And we want to tell it very clearly. The people of Kerala will give the answer to this sort of misuse of the ED and CBI by the central government. And that answer will be re-electing the LDF government and making the ED's efforts fail again for the next 5 years. And that will be the answer that the people of Kerala must give. മണിപ്പാലിൽ നടന്നതുപോലെ തന്നെ കേരളത്തിലും ഇത്തരത്തിലുള്ള ഈ മൂന്നാമത്തെ മുന ഉപയോഗിച്ചുകൊണ്ട് അടുത്തതായി അവർ എടുക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്ന EDയെ അന്വേഷിച്ചുകൊണ്ടുള്ള കേസെടുപ്പാണ്. EDയെ കേരളത്തിന്റെ എല്ലാ ഏജൻസികളും ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ ഗവൺമെന്റിനെ ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ്. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഏജൻസികളെ നമുക്ക് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. കേരളം എന്ന് പറയുന്നത് അഴിമതി വിമുക്തമായ ഒരു കേരളം, ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഏക കേരള സംസ്ഥാനം, പാവങ്ങളുടെ അത്താണിയായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് തുടരേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ ആ ഗവൺമെന്റിനെ തുടർഭരണത്തിലൂടെ തെരഞ്ഞെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. That is why Kerala and the Kerala people have a historic responsibility in these elections. You have to safeguard all the gains that you have made during the past few decades. You have to safeguard these gains from being ruined by the communal forces led by the BJP. You have to safeguard these gains being sabotaged by the Congress-led UDF. And Congress-led UDF and the BJP work in tandem in Kerala together. And that is why it is absolutely essential that they be defeated. And like last time, the combined vote that the LDF received in the district of Kollam was more than 50%. That is, if BJP and the Congress combined with all their votes, even then they cannot defeat the LDF in Kollam. And that is the way in which this should be further strengthened in the coming election. കേരളത്തിലെ ജനങ്ങൾക്ക് ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ചുമതലയുണ്ട്. നമ്മുടെ കേരളത്തിൽ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുന്നതിലും വർഗീയതയ്ക്കെതിരായിട്ടും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത സംസ്ഥാന ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് BJPക്കും കോൺഗ്രസിനുമെതിരായ ഒരു ബദലായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ ആ ഗവൺമെന്റിനെ വീണ്ടും തുടർഭരണത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം 50% ഓഫ് BJPക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ജില്ലയിലുണ്ട്, കൊല്ലം ജില്ലയിൽ. അവർ BJPയുമായി സഖ്യം ചേർന്നിരിക്കുകയാണ്. കോൺഗ്രസ് BJP സഖ്യമാണ് കൊല്ലം ഉൾപ്പെടെയുള്ള പല ജില്ലകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
ഈ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റിനെ, ഇടതുപക്ഷ പാർട്ടിയെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. That is why I am sure this time that in Kollam district the margin will be much larger than even last time, and you will all rally together to ensure that LDF government returns not only for the sake of Kerala, for the sake of Kerala's unity, for the sake of Kerala's people, but also for the sake of India, to show an alternative policy direction to the ruination of our country in the constitution that the current BJP government is doing at the center. So that is the historic responsibility. My appeal to all of you is that please rise to the occasion, create history and show India the way, and that is very, very important today. എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥനയാണ്. അവസരത്തിനൊത്തുയരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സംരക്ഷിക്കുവാൻ കേരളത്തിന്റെ വികസനമോ കേരളത്തിന്റെ സംരക്ഷണമോ മാത്രമല്ല നാം ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷത്തിന് തുടർഭരണം കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ലോകത്തിന് തന്നെ, രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കുവാൻ, ഇന്ത്യയെ BJPയും അതുപോലുള്ള കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളും വർഗീയ ധ്രുവീകരണത്തിനും കോർപ്പറേറ്റ് വൽക്കരണവും ഒക്കെ നടത്തുമ്പോൾ അതിന് വിപരീതമായി ഒരു ഇടതുപക്ഷ ബദൽ സംസ്ഥാനത്ത് രൂപീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഐക്യത്തോട്, സമാധാനത്തോട്, സന്തോഷത്തോട്, സഹവർത്തിയോട് പ്രവർത്തിക്കുന്ന ഒരു ജനതയ്ക്ക് സംരക്ഷണം കൊടുക്കുവാൻ നമുക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന് തുടർഭരണം കിട്ടേണ്ടതുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആ തീരുമാനം മുറുകെ പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് ഒരു തുടർഭരണത്തിലേക്ക് നാം പോകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. With the confidence that you will create history this time, re-elect the LDF government, elect K.N. Balagopal with a margin that is larger than the combined vote of the BJP and the UDF. With that confidence, I will only like to tell you that after the elections, when you celebrate, I shall also be here with all of you in your constituency and in Kollam district and in Kerala. This is an important milestone for India. So thank you very much for creating this history.